അതല്ല വേറെ ഏതാ എടുക്കുക? ഡ്രസ്സിന്റെ ഡ്രസ് അല്ല ഇതെടുക്കാം. ആ ഇതെങ്ങണ്ട് എടാ അതിന്റെ അതെടുക്കടാ. റെഡ് ബ്ലാക്ക് നോക്ക്. ബ്ലാക്ക് മതിയാ? നിനക്ക് ബ്ലാക്കാ ഇഷ്ടം? എനിക്കും റെഡ് ബ്ലാക്ക് തന്നെ നോക്കി. ഇഷ്ടം. റെഡ് കുഴപ്പമില്ല. വേണ്ട, എനിക്കും ബ്ലാക്ക് തന്നെ ഇഷ്ടം. അപ്പൊ ബ്ലാക്ക് നോക്കാം. ബ്ലാക്ക് ഇത് കൊള്ളാടാ. ഈ വണ്ടി എടുക്കാം. എത്ര ഈ വണ്ടിക്ക് റേറ്റ് കുറച്ച് കൂടുതലാ, എന്നാലും കുഴപ്പമില്ല. വണ്ടി എടുക്കണ്ടെങ്കിൽ ബ്ലാക്ക് തന്നെ എടുത്താൽ മതി. എനിക്കും ബ്ലാക്ക് തന്നെ ഇഷ്ടം. നീ വേറെ നോക്കട്ടെ. ഇതെങ്ങനെയുണ്ട്? ഇത് കൊള്ളാവോ? ഇതാ നല്ലത്. നിനക്ക് ഏതാ ഇഷ്ടായേ? ഇതിങ്ങനെ ഒരു എന്താ പറയാ, മാറ്റ് ഫിനിഷിലുള്ളൊരു സാധനം. ഇത് കുഴപ്പമുണ്ടാവില്ല, രസമാണ്. ഓടിക്കാൻ സുഖം അല്ലേ? അതന്നെ, എളുപ്പമായിരിക്കും. കൊണ്ടുവച്ചോ. ഇതടെ കൊണ്ടക്കടി. പിന്നെ അതിനൊരാള് വേണല്ലോ കൊണ്ടേക്ക്. അപ്പൊ ഓർന്ന് ബാബു എടാ ഈ ഡ്രസ്സ് കൊള്ളാടാ. ഇത് കുഴപ്പമില്ല. ഇത് നന്നായി ചെയ്യൂട്ടാ. പക്ഷെ കനം കുറഞ്ഞ ഡ്രസ് ഒന്നല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ നോക്കാം. അതാകുമ്പോ ഇടുമ്പോ ഇത് സുഖം ഉണ്ടാവും. ഇടുമ്പോ ഒരു നൈസ് ഡ്രസ് ആകുമ്പോ നമ്മള് സെലക്ഷൻ ഒരുപോലെ തന്നെ. അടിപൊളി. എടാ ഒരെണ്ണം മതിയോ? രണ്ട് മൂന്ന് കളറിലേ കളർ ഉണ്ടായിക്കോട്ടെ. അന്നാ അങ്ങനെയാണെങ്കിൽ ഇതാ നല്ലത്. ഒരു റെഡ്, ഒരു ബ്ലൂ, പിന്നെന്താ യെല്ലോ. പാമ്പ് ശല്യം കുഴിക്കടാ. അല്ലടാ, നമ്മൾ എന്തൊക്കെയാ കൊണ്ടുപോണ്ടി വരിക? ഡ്രസ്സ് പുതിയത് കുറച്ച് റെഡിയൊക്കെ ചെയ്യില്ലേ, അത് മേടിച്ചിട്ടുണ്ടല്ലോ, അത് കൊടുക്കുക. പിന്നെ അത്യാവശ്യത്തിനുള്ള പൈസ കയ്യിൽ ഞാൻ കരുതിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇല്ലെങ്കിൽ തന്നെ നമുക്കത് എവിടെന്നെല്ലാം സെറ്റ് ആക്കാം. ബാക്കി യാത്രയിൽ എന്തെങ്കിലും കഴിക്കാനാ? ഫ്രൂട്ട്സ് കുറച്ച് വെക്കാം. പിന്നെ ഫ്രൂട്ട്സ് ഒന്നും വേണ്ട. നമുക്ക് വല്ല ബേക്കറി ഇറങ്ങി കിട്ടാനാണ് പാട്. ഏട്ടൻ എന്തോ ഒരു ചുറുണ്ടല്ലോ. ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയതിന്റെ ശേഷം ഇറങ്ങുന്നില്ല. അപ്പൊ പിന്നെ ആകെ ഇതാവും, പ്രശ്നമാവും. അത് കഴിഞ്ഞിട്ട് ഇറങ്ങാം. അപ്പൊ പിന്നെ സ്വസ്ഥമായിട്ട് ഇറങ്ങാം. അതന്നെ, പിന്നെ വന്നോളൂ അല്ലേ? സാധനമൊക്കെ ആദ്യം പാക്ക് ചെയ്ത് വെച്ചോ. ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ച് വെച്ച് ആയിക്കോട്ടെ. ഇതെന്താ ചെയ്ത്? ഇതെന്തൊരു പാട്. ഇവിടെ കാര്യം പറയണ്ട്. എന്താണ്? ഒരു കാര്യം പറയണ്ട്. വായോ, ഒരു കാര്യം സംസാരിക്കട്ടെ. മനുഷ്യന് ഇത്തിരി സമാധാനമായിട്ട് വർത്താനം പറയാനും പറ്റില്ല. നീ കുടിക്കടാ, എന്നിട്ട് ജോലിക്ക് പോയാൽ മതി. പറ്റാത്തൊരു ഇടങ്ങേറ്. അല്ല, എന്തിനാ എന്നെ വിളിച്ചേ? എന്തിനാ വിളിച്ചെന്ന് എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല. ഇല്ല. എന്റെ ഉദ്ദേശം എന്താ? എന്തുദ്ദേശം? ചോദിച്ചതിന് മറുപടി അറിയാം. ഒരു ഉദ്ദേശം ഇല്ല. നിങ്ങള് വണ്ടി വാങ്ങുന്ന ആർക്കാ? വണ്ടി വാങ്ങാൻ പോണ ആർക്കാ? ആര് വണ്ടി വാങ്ങണ കാര്യം? പിന്നെ കുറെ ഡ്രസ്സ് എടുക്കാന്ന് പറഞ്ഞ നിങ്ങൾക്ക് വേണ്ടി തന്നെ. ആര്? ഞാനും ബാബുവോ? പിന്നെ നിങ്ങള് നമുക്ക് പോകുമ്പോ ബാഗിൽ കെട്ടി സെറ്റാക്കി പോകുന്ന എടുക്കാൻ ഉദ്ദേശിക്കുന്ന എടുക്കാം. അതെന്താ പ്രശ്നം? എന്താ അത് പ്രശ്നം? അതാണ് ചോദ്യങ്ങള്. പിന്നെന്താ? എപ്പോ നോക്കാലും തമ്മ ഇരുന്ന് കുറുക്കുക. ഞാനൊരു ജോലി കഴിഞ്ഞ് പുറത്തുനിന്ന് വന്നാർക്ക് എന്നെ മൈൻഡ് ചെയ്യാൻ നേരമില്ല. അയ്യോ കുറുങ്ങലോ? അതെന്റെ അനിയനാണ്. എനിക്കൊരു ആങ്ങളച്ചക്കല്ല, നിങ്ങൾക്കറിയാലോ. നിങ്ങളുടെ അനിയൻ എന്റെ അനിയനാ. ഞങ്ങൾ എന്ത് കുറുകിന്നാ പറഞ്ഞ? വണ്ടി വാങ്ങണ കുട്ടിക്ക് വണ്ടി വാങ്ങിക്കൊണ്ടുപോണ കാര്യം, ചെറിയ വണ്ടിയില്ലേ അത് വാങ്ങണ കാര്യം പറയുന്നത്. പിന്നെ ഡ്രസ്സ് എടുക്കണ കാര്യം, കുട്ടിക്ക് അവൾക്ക് ഡ്രസ്സ് എടുക്കണ്ടേ? നമ്മൾ പോകണ്ടേ ഇവിടുന്ന്? അതിന് ഡ്രസ്സ് എടുക്കണ്ടേ? ആ കാര്യമാണ് ഈ പറഞ്ഞിരുന്നത്. പിന്നെ പോകുമ്പോ എന്തൊക്കെ കൊണ്ടുപോകണമെന്ന് ചോദിക്കണതും, പിന്നെ വല്ല പലഹാരം വാങ്ങണം നോക്കുന്നത്, ഇതൊക്കെ അന്ന് പോണ സമയത്ത് കൊണ്ടുപോകാനുള്ളതാ. നിങ്ങൾ ആ സമയത്ത് കൊണ്ടുപോയ പ്രശ്നമാണ്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് എത്തിയതിനു ശേഷം നിങ്ങൾ വന്നാൽ മതി. അതാണ് അവൻ പറഞ്ഞത്. നിങ്ങളുടെ കണ്ണി കാണുന്നതും മനസ്സിൽ കാണുന്നതും വേറെ ചിന്തയെന്ന് വിചാരിച്ചിട്ട് എനിക്ക് അങ്ങനെയൊന്നുമില്ല. മനസ്സിലാവണ്ട? കണ്ണി ഞാൻ കുത്തിയാൻ പൊട്ടിക്കും ഞാൻ നിങ്ങളുടെ. അപ്പൊ എല്ലാവരും പറഞ്ഞു തരുന്നതും ഓതി തരുന്നതും മനസ്സിൽ വെച്ചിട്ട് എന്നെ എൻ്റെ അനിയനെയും തമ്മിൽ തെറ്റിക്കാനും ഇതാക്കാനും എന്ത് മനസ്സാ നിങ്ങളുടെ? നിങ്ങക്ക് ആ പെങ്ങളെയും ആളിയനെയും ആങ്ങളേനെയും അമ്മേനെയൊന്നും തിരിച്ചറിയാം. അങ്ങനെ മനസ്സുകൊണ്ട് ഉദ്ദേശിക്കാൻ ചിലപ്പോ അവള് പ്രസവിച്ച് കിടക്കണല്ലോ. അതിന് പിന്നെ അവൻ ഇങ്ങനെ ഞാനില്ലാത്ത സമയത്ത് എപ്പോഴും എന്റെ പിന്നാലെ ഇങ്ങനെ മണിയടിച്ച് കൂടുമ്പോഴേ മനുഷ്യനായി തെറ്റിദ്ധരിക്കും. ആയിക്കോട്ടെ, അവൻ എന്റെ അനിയൻ തന്നെ.
എനിക്കൊരു മാറ്റമില്ല. എന്ത് തെറ്റിദ്ധാരണ നിങ്ങളുടെ മനസ്സിന്റെ അല്ല പ്രശ്നം. ആൾക്കാരോട് പറയിപ്പിക്കാൻ മതി, അത്രേ ഉള്ളൂ. എന്താ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ മതി, അതിന്റെ നിങ്ങൾ പറഞ്ഞത്. വെറുതെ ആവശ്യമില്ലാതെ നിങ്ങളായിട്ട് പറഞ്ഞ കണ്ടിരുന്നാ മതി. എന്റെ മനസ്സിലോ അവന്റെ മനസ്സിലോ ഒന്നുമില്ല. കുട്ടിക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ അവളെ കാണാൻ പോകുമ്പോ കൊണ്ടുപോകേണ്ട സാധനങ്ങളെ കുറിച്ച് പറഞ്ഞേന് എന്ത് മനസ്സാ നിങ്ങളുടെ ഇത്. മതി, ഇനി നിങ്ങളൊന്നും കൂടുതൽ ഞങ്ങളെ അച്ഛത്ര വലിയ വിടുപ്പല്ലായിരുന്നു, അതുകൊണ്ട് ആ സ്വഭാവം കട്ടോൺ കിട്ടിയ അത് എന്റെ കുറ്റമല്ലല്ലോ, നിങ്ങളുടെ അച്ഛന്റെ കുറ്റല്ല. ഇത് എന്നെ പറയണ എന്തിനാ? ഇതങ്ങനെ അവനെ പറ്റി വലിയ മഹിമൊന്നും പറയണ്ട. പണ്ടേ ഞങ്ങളെ അച്ഛനെ പിടിച്ചു കൊടുത്ത ആ അമ്മയുടെ കെട്ടിന് കൊടുന്നാണ്. ആ സ്വഭാവം തടിച്ചോണ്ട് കിട്ടിയിട്ടുണ്ട്, കുറുക്ക സ്വഭാവം. ഞാൻ ചെയ്യുന്ന അത്ര തെറ്റ്